FCRA നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കിയപ്പോൾ അതിനെ എതിർത്തത് BJP മാത്രമാണ്. പക്ഷേ 3 അംഗങ്ങളുള്ള BJPക്ക് എതിർത്ത് വോട്ട് ചെയ്യാൻ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സഭയിലെത്തിയിരുന്നില്ല. ഇതിനെതിരെ വിമർശനവുമായി RSS ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. എവിടെയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതായിരുന്നു RSSന്റെ ചോദ്യം. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് സാജു. പക്ഷേ അദ്ദേഹമല്ല നിയമസഭാ കക്ഷി നേതാവ് അദ്ദേഹമല്ല. അന്ന് കക്ഷി നേതാവ് ആരാണെന്നുള്ള കാര്യത്തിലുള്ള തർക്കം BJPയിൽ അന്നേ ഉണ്ടായിരുന്നു. ആ ഒരു ചുരുക്ക് ഇപ്പോഴും അദ്ദേഹത്തിനുണ്ടോ? അതാണോ അദ്ദേഹം വിട്ടു നിൽക്കാനുള്ള കാരണം? അദ്ദേഹം അന്ന് വിട്ടു നിൽക്കാനുള്ള കാരണം അതല്ലെങ്കിൽ കൂടി അതാണെങ്കിലും അല്ലെങ്കിലും ഒരു പ്രശ്നമുള്ളത് BJPയിൽ തുടരുകയാണ് ആ മൂപ്പള തർക്കം എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കക്ഷി നേതാവ് സ്ഥാനം സംസ്ഥാന അധ്യക്ഷൻ കൂടിയായതുകൊണ്ട് തനിക്ക് വേണമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട്. എന്നാൽ മുതിർന്ന നേതാവാണ്, കേരളത്തിലെ പ്രവൃത്തി പരിചയമുള്ളത് തനിക്കാണ് എന്ന അവകാശവാദവുമായി V മുരളീധരനും നിന്നു. അവസാനം ഒരു കോംപ്രമൈസ് എന്ന നിലയ്ക്കാണ് ചാത്തന്നൂരിൽ നിന്നുള്ള MLA ആയ VB ഗോപകുമാറിനെ കക്ഷി നേതാവാക്കുന്നത്. ഇപ്പൊ നിയമസഭയിൽ BJPയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് കക്ഷി നേതാവ് എന്ന നിലയിൽ സംസാരിക്കാൻ കിട്ടുന്ന അവസരത്തിലല്ല ഗോപകുമാർ സംസാരിക്കുന്നുണ്ട്. മറ്റ് സമയത്തെല്ലാം കൂടുതൽ ഇടപെടലുകൾ നടത്തുന്നത് അല്ലെങ്കിൽ മറ്റ് സമയത്തെ കൂടുതലായി ഉപയോഗിക്കുന്നത് BJPക്ക് അനുവദിക്കപ്പെട്ടതിൽ ഉപയോഗിക്കപ്പെടുന്നക്കാൻ കഴിയുന്നത് V മുരളീധരനാണ് എന്നുള്ളതാണ് വസ്തുത. ഇനി ഇതിനൊരു ഉദാഹരണം ഞാൻ പറയാം. നിയമസഭയിൽ വാർത്താ സമ്മേളനം നടക്കും. വാർത്താ സമ്മേളനം നടത്തുന്നത് രാജീവ് ചന്ദ്രശേഖരനല്ല. പലപ്പോഴും രാജീവ് ചന്ദ്രശേഖരന് പകരമായി നിയമസഭാ മീഡിയ വന്ന് വാർത്താ സമ്മേളനം നടത്തുന്നത് V മുരളീധരനാണ്. കക്ഷി നേതാവായ ഗോപകുമാറിനെ തൊട്ടടുത്തിരുത്തിക്കൊണ്ടായിരിക്കും ആ വാർത്താ സമ്മേളനം നടത്തുന്നത്. അവിടെ തന്നെ ആ സ്വരച്ചേർച്ചയില്ലായ്മയെല്ലാം നമുക്ക് വ്യക്തമാണ് എന്നുള്ളതാണ്. ഒരിക്കൽ മുഖ്യമന്ത്രി VD സതീശൻ തന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മറുപടി പ്രസംഗത്തിൽ സഭയ്ക്കുള്ളിൽ. BJPക്ക് ഭയങ്കര അഭിപ്രായ ഐക്യമാണ് ഉള്ളോ, ഏറ്റവും ജൂനിയർ ആയ ആൾ ഏറ്റവും മുന്നിലിരിക്കുന്നു, സീനിയറായ നേതാവ് നടുക്കിരിക്കുന്നു, സംസ്ഥാന അധ്യക്ഷൻ ഏറ്റവും പുറകിലിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഐക്യത്തിന്റെ തെളിവാണല്ലോ എന്ന രീതിയിൽ കളിയാക്കുന്നുണ്ടായിരുന്നു. BJPയിൽ യഥാർത്ഥത്തിൽ അത്തരം ഒരു പ്രശ്നം ഉണ്ട്. ഇനി മറ്റൊരു കാര്യം, നിയമസഭാ നടപടിക്രമങ്ങളിലാക്കിയാണെങ്കിൽ കൂടുതൽ സംസാരിക്കാൻ കിട്ടിയ അവസരത്തിൽ ഈ സീറ്റ് തെരഞ്ഞെടുക്കാനുള്ള വിവേചനാധികാരം ഇവർക്കുണ്ടായിരുന്നു. കക്ഷി നേതാവ് ആകുമായിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ഏറ്റവും അങ്ങനെ പറ്റില്ല. അവിടെ സ്പീക്കർ നൽകുന്ന ഇത് കക്ഷികളുടെ ബലാബലത്തിനനുസരിച്ച് നൽകുന്ന സീറ്റാണല്ലോ. പക്ഷേ കക്ഷി നേതാവ് ആരായിരുന്നെങ്കിൽ അത് മുൻനിരയിൽ സ്ഥാനം കിട്ടുമായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ വേറൊരു പ്രശ്നമുള്ളത്, ആ തർക്കം അങ്ങനെ തുടരുന്നുണ്ട്. ആരാണ് ഏറ്റവും വലിയവൻ എന്ന തർക്കം BJPയിൽ തുടരുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നടന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നിയമസഭ ഒരു പ്രമേയം കൊണ്ടുവരുന്നു. നമുക്കറിയാം, ഒരു പ്രമേയം ഉണ്ടാക്കി കേന്ദ്രത്തിലേക്ക് അയച്ചു കഴിഞ്ഞാൽ കേന്ദ്രം മൈൻഡ് ഒന്നും ചെയ്യില്ല. സാധാരണ പ്രമേയങ്ങൾ കേന്ദ്രത്തിലേക്ക് അയച്ച് സായുജ്യമടയാം എന്നതിനപ്പുറം ഒന്നുമില്ല. പക്ഷേ ഈ പ്രമേയത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ 3 സീറ്റുകൾ 3 MLAമാരെ ലഭിക്കുന്നതാണ് ഇത്തവണ. അപ്പോൾ ആ പ്രമേയത്തെ 3 പേരും എതിർത്ത് വോട്ട് ചെയ്യണം. കേന്ദ്ര സർക്കാരിന്റെ പ്രമേയത്തിനെതിരെയാണല്ലോ സംസ്ഥാനം പ്രമേയം പാസ്സാക്കുന്നത്. അത് ഇവിടെ LDFും UDFും ഐക്യകണ്ഠേന ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് പ്രമേയം പാസ്സാക്കുന്നത്. പക്ഷേ വോട്ട് വരുമ്പോൾ എന്താണ്, ഒന്നും കുറവാണ്. ഇതിലാണ് BJPയിലും RSSലും യഥാർത്ഥത്തിൽ അതിർത്തി നിലനിൽക്കുന്നത്. ഇതേ പ്രശ്നം വേറൊരു തരത്തിലും ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത് ധനവിനിയോഗ ബില്ലുകൾ, വകുപ്പുകളുടെ ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട ബില്ലിന്മേൽ നടന്ന വോട്ടെടുപ്പുണ്ട്. ഇതേ വോട്ടെടുപ്പിലും സംഭവിച്ചത് അന്ന് V മുരളീധരന് ആയിരുന്നു സംസാരിക്കാൻ അവസരം ലഭിച്ചത്. അദ്ദേഹം ഇതിനെതിരെ സംസ്ഥാന സർക്കാരിനെതിരെ സംസാരിച്ചിരുന്നു. പക്ഷേ വോട്ട് ചെയ്യാൻ നേരത്ത് BJPക്കാർ ഉണ്ടായിരുന്നില്ല. അതായത് സംസ്ഥാന സർക്കാരിനെ എതിർത്ത് വോട്ട് ചെയ്യാൻ ആ ഘട്ടത്തിൽ BJP ഉണ്ടായിരുന്നില്ല. ഇതിലുമൊക്കെ BJPയിൽ അതൃപ്തിയുണ്ട്, RSSലും അതൃപ്തിയുണ്ട്. കാരണം FCRA എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആക്ഷേപം ന്യൂനപക്ഷ സംഘടനകളെ വേട്ടയാടാൻ വേണ്ടിയാണ് ഈ FCRA നിയമ ഭേദഗതി എന്നതാണ് പ്രധാനമായും കേന്ദ്ര സർക്കാരിനെതിരെ ഉയരുന്ന ആക്ഷേപം. അതുകൂടി ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയമാണ് സംസ്ഥാന സർക്കാർ പാസ്സാക്കുന്നത്. അപ്പൊ അതിനെതിരെ BJPക്ക് ആകെയുള്ള 3 അംഗങ്ങളും ഒരുമിച്ച് വന്ന് വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ ആ ഐക്യമില്ലായ്മ പുറത്തേക്ക് കാണിക്കുന്നു. കാരണം വേറെ ഒന്നും ചെയ്യാനല്ല, നിയമസഭാ രേഖയിൽ ഇവിടെ വോട്ടെടുപ്പ് നടന്നു. ആ വോട്ടെടുപ്പ് നടക്കുമ്പോൾ 3 BJP അംഗങ്ങളും ഈ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തിരുന്നു. ഐക്യകണ്ഠേനയല്ല കേരള നിയമസഭ ഈ പ്രമേയം പാസ്സാക്കിയതെന്ന് രേഖയിൽ
രേഖപ്പെടുത്തി കടക്കും. അതും അത്രമാത്രമാണ് അവിടെ സംഭവിക്കുക. പക്ഷേ അവിടെ 3 വോട്ടും കൃത്യമായി വരാൻ കഴിയില്ല. അതായത് സുപ്രധാനമായ ദിവസമായിട്ട് പോലും, ഇത്തരം കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പ്രമേയം വരുന്ന ദിവസമായിട്ട് പോലും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അന്ന് നിയമസഭയിൽ ഹാജരായില്ല ആ സമയത്ത് എന്ന് പറയുന്നത് വലിയ വീഴ്ചയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. അതിനെയാണ് RSS ഇപ്പോൾ ചെവിക്ക് പിടിക്കാൻ ശ്രമിക്കുന്നത് എന്ന് വേണം നമ്മൾ കരുതേണ്ടത്. മുമ്പ് ഇതേ കാര്യം പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് ലീഗ് അംഗങ്ങൾ ഹാജരാവാതിരുന്നപ്പോൾ ഉണ്ടായ വിവാദം നമുക്ക് കേരളത്തിൽ ഓർമ്മയുണ്ട്. സമാനമായ നിലയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കേന്ദ്ര സർക്കാരിനെതിരെ കേരള നിയമസഭയിൽ ഒരു പ്രമേയം വരുമ്പോൾ അവരുടെ 3 അംഗങ്ങളും ഒരുമിച്ചെത്തി എതിർത്ത് വോട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ക്ഷീണമാണ്. അത് നിയമസഭാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന കാര്യത്തിൽ BJPയിൽ പടലപ്പണക്കങ്ങൾ നിലനിൽക്കുന്നു എന്ന് തെളിയിക്കപ്പെടുന്നതാണ്. അവിടെയാണ് RSS ഈ ഘട്ടത്തിൽ ഇടപെടാൻ നീക്കം നടത്തുന്നത്. നിഷാദ്, നേരത്തെയും കേരളത്തിലെ BJPക്കെതിരെ KJP എന്ന് BJPക്കാർ തന്നെ അല്ലെങ്കിൽ BJP അനുഭാവികൾ തന്നെ ആക്ഷേപിക്കാറുണ്ട്. അതായത് കേന്ദ്രത്തിൽ വലിയ ഐക്യത്തോടു കൂടി പ്രവർത്തിക്കാനും ഒരേ മനസ്സോടു കൂടി പ്രവർത്തിക്കാനും മോദിയുടെ ആജ്ഞയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ കഴിയുമ്പോൾ കേരളത്തിൽ പക്ഷേ അവർ പല വഴിക്കാണ്, പല ഗ്രൂപ്പുകളാണ്. എനിക്ക് തോന്നുന്നു ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണവും ഈ പറഞ്ഞ വിഭാഗീയതയാണ്, അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ ഇഷ്യൂവിനോടുള്ള ഒരു മെറിറ്റോറിയസ് സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ BJP നേരത്തെ നൗഫൽ പറഞ്ഞ പോലെ ഏറ്റവും വലിയ വിഭാഗീയതയുടെ ഉള്ള പാർട്ടിയാണ്. അതിന് പവറിലില്ലാത്തതുകൊണ്ട് അതിൻ്റെ വിഭാഗീയത ആ നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കപ്പെടുകയോ ആഘോഷിക്കപ്പെടുകയോ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ വിഭാഗീയതയുടെ പേര് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് കോൺഗ്രസിലാണ്. പല ഗ്രൂപ്പുകൾ, പല തർക്കങ്ങൾ, അധികാര വടംവലികൾ. അതിനേക്കാളും മാരകമാണ് BJPക്കകത്തുള്ള അധികാര താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ, അടികൾ എന്നീ സംഗതികൾ. പക്ഷേ അവരുടെ പവറില്ലാത്ത പാർട്ടിയായതുകൊണ്ട് ആ നിലയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നൊരു സംഗതിയുണ്ട്. ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു നിലപാട് അല്ലെങ്കിൽ കാഴ്ചപ്പാട് അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം, അതായത് BJP ആ നിലയ്ക്ക് ഒരു ഇലക്ട്രൽ വിക്ടറീസ് ഉണ്ടാക്കാത്ത ഒരു പാർട്ടിയായിരുന്നു. ഞാനിവിടെ വന്നു പണിയെടുത്തു, ഈ പാർട്ടിക്ക് 3 സീറ്റുകൾ ഉണ്ടാക്കിയെടുത്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ വിജയത്തിൻ്റെ അടുത്തുവരെ എത്തി, ഒരു MP ഉണ്ടായി. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹം ഇതിൻ്റെ ഈ വിജയത്തിൻ്റെ അവകാശി താനാണെന്നും ആ നിലയ്ക്ക് താൻ റിവാർഡ് ചെയ്യപ്പെടേണ്ടതുണ്ടെന്നും വിചാരിക്കുന്ന ഒരാളാണ്. അത് കിട്ടിയില്ല. അപ്പോൾ അത് അദ്ദേഹത്തിന് നിരാശ ചെറുതായിരിക്കുമോ? ഒരിക്കലും ആയിരിക്കില്ല. അദ്ദേഹം കഷ്ടപ്പെട്ടും ലോബിയിങ് നടത്തിയും പണിയെടുത്തും പല നിലയ്ക്ക് ഇടപെട്ടിട്ടുമാണ് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് പദവി ഒപ്പിച്ചെടുക്കുന്നത്. അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആവാൻ സാധാരണ നിലയ്ക്ക് കേരളത്തിലെ ഒരു നാച്ചുറൽ ചോയ്സ് ആയിരുന്നില്ലല്ലോ. കേരളത്തിൽ ദീർഘകാലം പണിയെടുക്കുകയും കേരളത്തിലെ അടിത്തട്ട് രാഷ്ട്രീയം അറിയുകയും കേരളത്തിലെ എല്ലാ പാർട്ടി പ്രവർത്തകരുമായിട്ടും നേതാക്കളുമായിട്ടും ബന്ധം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ഒരാളല്ല രാജീവ് ചന്ദ്രശേഖരൻ. അദ്ദേഹം ഒരു നാച്ചുറൽ ചോയ്സ് ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യത്തോടുകൂടി സവിശേഷമായി കെട്ടിയിറക്കപ്പെട്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ട്, ഇവിടെ വരുമ്പോൾ തന്നെ ഓൾറെഡി പ്രശ്നമുണ്ട്. അദ്ദേഹം ഇവിടെ വരുന്നിട്ട് ഈ മൊത്തം കമ്മിറ്റികൾ റീഡിസൈൻ ചെയ്യുന്നു. കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളെ എങ്ങനെയാണ് അദ്ദേഹം വെട്ടിമാറ്റി കളയുന്നത്? വളരെ ചുരുക്കം ആളുകളെ മാത്രമേ അദ്ദേഹം, ഈ സുരേഷിനെയൊക്കെ പോലെയുള്ള മുൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സുരേഷിനെയൊക്കെ പോലുള്ള വളരെ ചുരുക്കം പേരെ മാത്രമേ നിലവിലുള്ള കമ്മിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ ആ വിശ്വസ്തരുടെ കൂട്ടത്തിലേക്ക് പിക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ആളുകളെ അദ്ദേഹം ഏതൊക്കെ നിലയ്ക്ക് എന്ത് ചെയ്യാണ്, മുഖ്യധാരയിൽ നിന്നും പാർട്ടിയുടെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സിൽ നിന്നും ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയോട് തന്നെ കടുത്ത വിയോജിപ്പുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇപ്പുറത്തുണ്ട്. ആര്? ഈ പറയുന്ന കെ സുരേന്ദ്രൻ്റെ വിഭാഗം. കെ സുരേന്ദ്രൻ്റെ ഗോഡ് ഫാദർ ആരാണ്? വി മുരളീധരൻ. അപ്പോൾ ആ 2 ഗ്രൂപ്പുകളായി നിന്നുകൊണ്ട് മത്സരിച്ച് ജയിച്ച 2 ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളാണ് രണ്ടുപേരും. വി മുരളീധരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്, ഞാൻ മുൻ സംസ്ഥാന പ്രസിഡന്റാണ്, ദീർഘകാലം കേരളത്തിലുണ്ടായിരുന്ന ആളാണ്, കേന്ദ്ര നേതൃത്വവുമായി നല്ല ബന്ധമുള്ള ആളാണ്, ഒരുപക്ഷെ ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ അടുപ്പമുള്ള ആളാണ്. കാരണം ഇത്രയൊന്നും BJPക്ക് വിക്ടറി ഇല്ലാത്ത സമയത്തും ഇവിടെ കേന്ദ്രത്തിൽ മന്ത്രിയായി ഇരുന്ന ആളാണ്. അദ്ദേഹത്തെ മന്ത്രിയാക്കുകയും ആ നിലയ്ക്ക് അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് BJP. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നു. അവിടെ കക്ഷി നേതാവ് സ്ഥാനം വേണമെന്ന് പറയുന്നു. ആ തർക്കത്തിനൊടുവിൽ ആദ്യമായി വിജയിച്ച് കക്ഷി നേതാവാകാമെന്ന പ്രതീക്ഷയിൽ വന്ന അദ്ദേഹത്തിൻ്റെ സീറ്റ് പുറകിലായി പോകുന്നു. ആ നിരാശ അദ്ദേഹം നിരന്തരമായി അദ്ദേഹത്തിൻ്റെ വിസിബിലിറ്റി ഇല്ലായ്മയിലൂടെ അദ്ദേഹം പ്രത്യക്ഷപ്പെടാതെ തീർക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യമുണ്ട്, ഇപ്പോൾ കക്ഷി നേതാവാകുന്നു എന്ന് വിചാരിക്കുക. കക്ഷി നേതാവായ മുന്നിൽ സ്പീക്കർ സീറ്റ് അലോട്ട് ചെയ്യും. പക്ഷേ കുഴപ്പമില്ല, അവിടെ നിന്നുകൊണ്ട് പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. രാജഗോപാലിനെ സംഭവിച്ചത് എന്താണെന്ന് നോക്കണം. രാജഗോപാലിനെ നിയമത്തിൽ നിന്ന് ആദ്യമായിട്ട് വിജയിപ്പിക്കുമ്പോൾ അദ്ദേഹം ഇരുപക്ഷത്തിൻ്റേതുമല്ലാത്ത പൊളിറ്റിക്സ് ഉറക്കെ വിളിച്ചു പറയുന്നതാണ് BJPക്കാർ നാടുമുഴുവൻ പറഞ്ഞു. അദ്ദേഹം നിശബ്ദനായിരുന്നു. പല ഘട്ടത്തിലും അദ്ദേഹം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയോ പ്രമേയ ചർച്ചകൾക്കകത്ത് ഉറക്കെ സംസാരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്പീക്കറെ പിന്തുണയ്ക്കുക ചെയ്തു. അത് വലിയ വിവാദം ഉണ്ടാക്കുകയും ചെയ്തു. അതിന്റെ കാരണമായിരുന്നു രസകരം. അദ്ദേഹത്തിന്റെ പേരിൽ രാമനും കൃഷ്ണനും. ശ്രീരാമകൃഷ്ണനെ പിന്തുണച്ചതിന് അദ്ദേഹം പറഞ്ഞ ന്യായം, അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ന്യായമാണ്. പക്ഷേ പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അദ്ദേഹം നേരെ അഭിപ്രായം മറിച്ചും പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞത് അങ്ങനെ പെർഫോമൻസ് ഇഷ്യൂ എന്ന് പറയുന്ന സംഗതി ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരനെ പിടികൂടിയേക്കാം. കാരണം രാജീവ് ചന്ദ്രശേഖരന് നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ അല്ല. നന്നായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്പോണ്ടേനിയസ് ആയിട്ട് പ്രതികരിക്കുക എന്നുള്ളത് നിയമസഭയ്ക്കകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല ചെയറുകളിൽ നിന്നും നമ്മളിപ്പോൾ ലാക്ക് ചെയ്യുന്നതായി കാണുന്നത് സ്പോണ്ടേനിയസ് ആയി പ്രതികരിക്കാൻ കഴിയുന്ന നേതാക്കളില്ല എന്നുള്ളതാണ്. ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു, LOP എന്തെങ്കിലും ഒന്ന് പറയൂ, പഴയ ധനകാര്യമന്ത്രി പറയുന്നു.
എന്ന് വെച്ചാൽ ഇപ്പോൾ വി ഡി സതീശൻ സർക്കാരിന് ഏറ്റവും വലിയ സൗകര്യം എന്ന് ചോദിച്ചാൽ അപ്പുറത്തുനിന്ന് ടക്ക് 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 എന്നുള്ള സംഗതികൾ വരുന്നില്ല എന്നുള്ളതാണ്, ഷാർപ്പായ സംഗതികൾ വരുന്നില്ല എന്ന പ്രശ്നം ഉണ്ടല്ലോ. അത് ഇദ്ദേഹമായിരുന്നതിന് സംഭവിച്ചേനെ. അപ്പോൾ ഇത് ഞാൻ രണ്ട് ഭാഗങ്ങളും ഞാൻ പറഞ്ഞു. എന്തായാലും രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അദ്ദേഹം വലിയ നിരാശ അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വിജയമായിട്ട് നിയമസഭയ്ക്കകത്ത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഗ്രൂപ്പ് താല്പര്യത്തിൽ താൻ വെട്ടിമാറ്റപ്പെട്ടു എന്നുള്ള ഒരു വേദന അദ്ദേഹം കൊണ്ടു നടക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ നീരസം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അജിംസ്, ഇപ്പോൾ BJP 3 അംഗങ്ങളെ നിയമസഭയിൽ എത്തിച്ച് അവർ വലിയ വിജയമാണ് കരസ്ഥമാക്കിയത്. വരും തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ പേരെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസത്തിലൊക്കെയാണ് BJP ഉള്ളത്. പക്ഷേ നിയമസഭയിൽ അവരുടെ പെർഫോമൻസ് നാട്ടുകാരെ അളക്കില്ലേ? ഇല്ല, ഈ പെർഫോമൻസ് പ്രശ്നം, അതായത് രാജീവ് ചന്ദ്രശേഖർ വിട്ടുനിന്നു എന്നുള്ള പ്രശ്നം അതിന് വേറെ രീതിയിൽ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം, ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഈ നിയമഭേദഗതി FCRA നിയമഭേദഗതിക്കെതിരെ FCRA നിയമഭേദഗതി ഉടൻ പാർലമെന്റിൽ ടേബിൾ ചെയ്യരുത്, സഭയുടെ ആശങ്കകൾ പരിഹരിച്ച് അത് ചെയ്യാവൂ എന്ന് പറഞ്ഞത് ഏപ്രിലിൽ ഈ വോട്ടെടുപ്പിന് തൊട്ടു മുമ്പ് പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ കൂടി സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് അത് തൽക്കാലം ഷെൽഫ് ചെയ്തിട്ടുള്ളത്. ആ നിയമഭേദഗതി ഇപ്പോഴും പാസ്സാക്കിയിട്ടില്ല. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. വി മുരളീധരൻ ദേശീയ കൗൺസിൽ അംഗമാണ്. അപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന തലത്തിലെ നിലപാടാരെ തീരുമാനിക്കേണ്ടത്? അത് രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹത്തിന് തീരുമാനിക്കാമല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടാണ് അത് ഷെൽഫ് ചെയ്തിട്ടുള്ളത്. അത്രയും സമ്മർദ്ദം കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. പഞ്ചായത്ത് ഇലക്ഷൻ്റെയും അസംബ്ലി ഇലക്ഷൻ്റെയും തൊട്ട് മുമ്പാണ് സംഭവം. ഇനി മറ്റൊരു കാര്യം, FCRA എന്ന നിയമഭേദഗതിയിലുള്ള പൊളിറ്റിക്കൽ നിലപാട് എന്തായിരിക്കണം BJPയുടെ സംഘപരിവാറിൻ്റെ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു രാഷ്ട്രീയ ഉൾക്കാഴ്ച, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ ഉൾക്കാഴ്ച രാജീവ് ചന്ദ്രശേഖരനില്ല. ബാക്കി രണ്ടുപേരും RSSലൂടെ വളർന്ന ആൾക്കാരാണ്. ഇദ്ദേഹം RSSകാരനല്ല. അദ്ദേഹം എന്താണ്, കയ്യിൽ ക്യാഷ് ഉള്ളതുകൊണ്ട് രാജ്യസഭാ അംഗമായി, പിന്നീട് BJPയിൽ മെമ്പർഷിപ്പ് എടുത്ത് കേന്ദ്രമന്ത്രിയായി, ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ ആളാണ്. അപ്പോൾ FCRA എന്തുകൊണ്ട് സംഘപരിവാറിനെ സംബന്ധിച്ച് വളരെ ഐഡിയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്ന് ചിന്തിക്കാൻ രാജീവ് ചന്ദ്രന് സമയമില്ല. അതേ നോക്കുന്നത് വളരെ പ്രാക്ടിക്കലായിട്ടാണ്. ഇവിടെ ഇപ്പോൾ അത് നടപ്പായി കഴിഞ്ഞാൽ സഭ എതിരാവും, ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന കുറച്ച് വോട്ടുകൾ നമുക്ക് നഷ്ടമാവും. വലിയ തോതിൽ RSS BJP ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രൊപ്പഗൻഡയിൽ വീണുപോയ ആ കമ്മ്യൂണിറ്റിയിലെ കുറേയധികം ആൾക്കാരുണ്ട്, അവരുടെ പിന്തുണ കൂടി നഷ്ടമാവും എന്നായിരിക്കും വളരെ പ്രാക്ടിക്കലായിട്ട് അദ്ദേഹം ചിന്തിക്കുന്നത്. അതായത് കേരള BJPയിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടോ? കേരള BJPയിൽ ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ളൊരു കാരണം നമ്മളിവിടെ മുമ്പ് ചർച്ച ചെയ്തതാണ്. അതിൻ്റെ ഒന്ന്, ഈ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവവുമായി ബന്ധപ്പെട്ട് കേരള BJP എടുത്തിട്ടുള്ള ഒരു എഫേർട്ടുണ്ട്. ആ എഫേർട്ടിനെതിരെ RSSൽ നിന്നും പോഷക സംഘടനകളിൽ നിന്നും സംഘപരിവാർ സംഘടനകളിൽ നിന്നും വലിയ എതിർപ്പ് ഉയർന്നു വന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മൾ ഇവരെ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞു നടക്കുക എന്നല്ലാതെ അവരിൽ നിന്ന് നമുക്ക് കാര്യമായ വോട്ട് കിട്ടുന്നില്ല. കേരളത്തിൽ മാത്രമാണ് ഇത് ബാധകമാവുന്നത്, ബാക്കി ഒരിടത്തും ഇത് പ്രശ്നമല്ല. അപ്പോൾ കേരളത്തിൽ ബാധകമായ ഒരു കാര്യത്തിന് വേണ്ടി രാജ്യം മുഴുവൻ ന്യൂനപക്ഷങ്ങൾക്ക് എതിരായ നിയമനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ മാത്രം വെറുതെ വിടുന്നതിനാ എന്നാണ് ചോദിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ഇവരുടെ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞ് നടക്കുന്നു. അവർ റൈസ് ബാഗുകൾ അവർ മതപരിവർത്തനം നടത്തുന്നു രാജ്യം മുഴുവൻ എന്ന വ്യാപക പ്രചാരണമാണ്. അന്ന് ആ ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതികരണങ്ങൾ, സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളിൽ RSS നേതാക്കൾ വരെ പ്രതികരിച്ചിട്ടുണ്ട്. ആ വികാരം BJP ഉൾക്കൊണ്ടല്ലോ, BJP എടുത്ത് കളഞ്ഞ അതുകൊണ്ടാണ് മതി, ആ പരിപാടി മതി തീരുമാനിച്ചല്ലോ. അത് കേന്ദ്രം തീരുമാനിക്കുന്നു. പക്ഷെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, രാജീവ് ചന്ദ്രശേഖറിന് ഏതെങ്കിലും തരത്തിലുള്ള മുന്നോട്ട് പോകണമെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയുടെ പിന്തുണ കൂടി. ഇതുപോലെ K. സുരേന്ദ്രൻ അദ്ദേഹം പദവി ഒഴിയുന്നതിന് തൊട്ടും ഇന്ത്യൻ എക്സ്പ്രസിനോട് ഒരു അഭിമുഖത്തിൽ പറയണ്ടല്ലോ, കേരളത്തിൽ BJPക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടെന്ന് ഞാൻ കാണുന്നില്ല. ഏതെങ്കിലും ഒരു ന്യൂനപക്ഷം BJP പിന്തുണയ്ക്കാതെ കേരളത്തിൽ BJP വരാനേ പോകുന്നില്ല. ഇത് തന്നെയാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യബോധത്തോടെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴും നിൽക്കുന്നത്. ഇന്ത്യ മുഴുവൻ കൈക്കൊള്ളുന്ന ഒരു ഐഡിയോളജിക്കൽ പൊസിഷനിലാണ് BJP FCRA ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നോക്കിക്കാണുന്നത്. പക്ഷേ കേരളത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷന് ആ വിഷയം പഠിച്ചേ പറ്റൂ, ആ വിഷയത്തിൽ ഒരു നിലപാടുണ്ടാക്കിയേ പറ്റൂ. കാരണം അല്ലെങ്കിൽ പിന്നെ ഒരു നിലനിൽപ്പില്ല. നമുക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ അദ്ദേഹം ബോധപൂർവ്വം മാറിയെന്നാണ് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണ് മനസ്സിലാവുന്നത്. രാസാധ്യത തള്ളിക്കളയാൻ കഴിയാത്തതാണ്. നേരത്തെ അജിംസ് പറഞ്ഞ പോലെ അന്നത്തെ സംഭവത്തിൽ ഭയങ്കരമായ എഫേർട്ട് അദ്ദേഹം ഇടുന്നു. അദ്ദേഹം തന്നെ ഇവിടെയുള്ള ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് വേണ്ടിയിട്ട് തിരുവല്ലയിൽ മത്സരിച്ച സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നു, അനൂപിനെ ചുമതലപ്പെടുത്തുന്നു. കുറെ പണിയെടുത്തിട്ടുണ്ട് അദ്ദേഹം. അതായത് കുഞ്ഞാലിക്കുട്ടി മുത്തലാഖ് ബില്ലിനെ പ്രതികൂലിച്ച് വോട്ട് ചെയ്യാൻ വേണ്ടി പോകാതിരുന്നത് ഒരുപക്ഷെ അയാൾ അബദ്ധമോ അലസതയോ ആയിരിക്കാം. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കാതിരുന്നത് ബോധപൂർവ്വമാകാനുള്ള സാധ്യത. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. BJP ദേശീയ നേതൃത്വം എടുക്കുന്ന നിലപാടല്ല, അതിനുള്ള അമർഷമായിരിക്കും കൃത്യമായി RSS ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം BJP ദേശീയ നേതൃത്വം എന്തായാലും ക്രിസ്ത്യാനികളെ വെച്ചിട്ടുള്ള പരിപാടി കേരളത്തിൽ നടക്കില്ല തീരുമാനിക്കുക. FCRA ആയിട്ട് അവർ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. ജോർജ് കുര്യനെ അവരെടുത്ത് കളയുന്നു. മതി, ഞങ്ങൾ നോക്കി, നിങ്ങൾ തന്നില്ല, ഞങ്ങൾക്ക് മനസ്സിലായി എന്നവർ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു സുരേഷ് ഗോപിയുടെ തുടർകാല സാധ്യതകളെ പോലും നമ്മൾ ഇനി മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതിനപ്പുറം നമുക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. ഒരു കാര്യമില്ല. കാരണം എന്താ അറിയോ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ഒരു കമ്മ്യൂണിറ്റി നിലയ്ക്ക് പവർഫുൾ ആയിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അവിടെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു പണിയെടുത്താൽ അതിന് കിട്ടുന്ന എന്താണ് അതിൻ്റെ റേഡിയസ് എന്ന് പറയില്ലേ, അതിൻ്റെ ഗുണം ഈ രാജ്യം ഒട്ടാകെയാണ്.
എപ്പോഴും നമ്മൾ പറയില്ലേ കേരളത്തെ പോലാകാതിരിക്കാൻ ഉത്തർപ്രദേശിൽ BJP യെ വിജയിപ്പിക്കൂ. നമുക്ക് തോന്നും കേരളത്തിലെ ചിട്ടാവട്ടത്തിലുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാനാണ്. അങ്ങനല്ല. അതിൻ്റെ ഗുണം മീഡിയ വൺ ചാനലിനെ ഞങ്ങൾ നിരോധിക്കുന്നു എന്ന് പറഞ്ഞ എന്തിനാണ്? മീഡിയ വണ്ണിനെ മാത്രം ബുദ്ധിമുട്ടിക്കാനല്ല, എൻറ്റയർ സെറ്റപ്പിനെ പേടിപ്പിക്കാനാണ് നിരോധിക്കും ഞങ്ങൾ എന്ന് പറഞ്ഞ പോലെ എൻറ്റയർ ഇന്ത്യയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ചെയ്യുന്ന കാര്യമാണ്. അത് കേരളത്തിലുള്ള സഭകളെ ഡിസ്റ്റർബ് ചെയ്യുന്ന സാധനം വേണ്ടിയിരുന്ന അത് അവർ ചെയ്യും. രാജീവ് ചന്ദ്രശേഖരൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് മാറി എന്നിട്ട് പ്രൊഫഷണൽ പോളിറ്റിക്സ് പറയാൻ ശ്രമിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഫൈനൽ ആർഗ്യുമെന്റ് അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം.